ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. ഒരു സദാചാര ഗുണ്ടകളുടെ പിന്നെ വിചാരണയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രശ്നം ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് കൊന്നു. ഞാൻ ആ സ്ഥലത്ത് പോയതാണ്. ആ ഉമ്മയുടെ കണ്ണീര് ഞാൻ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടികളുടെ ആ 2 സ്ത്രീകളുടെയും ജീവിതവും ഇല്ലാതായി. കാരണം ഇതൊന്നും മതത്തിൻ്റെ ഭാഗമല്ല, ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സ്കൂളുകളിൽ ഈ വർഷം മുതൽ നടപ്പാക്കുന്ന സൂംബ ഡാൻസിനെതിരെ വിമർശനവുമായി വിസ്ഡം ഇസ്ലാമിക് രംഗത്തെത്തിയിട്ടുണ്ട്. അതിനോട് വിവിധ ഇടങ്ങളിലായി അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെയും പ്രതികരിക്കുന്നുമുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ VP സുഹറയുണ്ട്. അതായത് അവർ പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇടപെടുന്ന ഒരു രീതിയാണ് ഈ സൂംബ ഡാൻസ് എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും ഇവരിതിനെ വിമർശിക്കുന്നുണ്ടാവുക? ഇത് സൂംബ ഡാൻസിനെ പറ്റി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന്, നിങ്ങളെ റിപ്പോർട്ടർ TVയിലെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ജീവിതത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാലും അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും പ്രവർത്തിച്ചാലും ഡാൻസ് ചെയ്താലും ഇതൊക്കെ തന്നെ സൗഹൃദം പോലും പങ്കിടാൻ പാടില്ല എന്ന രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് എല്ലാ സമുദായങ്ങളിലും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പം ജാനകി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, അതുപോലെ തന്നെ തലശ്ശേരിയിൽ നടന്ന ഒരു സദാചാര ഗുണ്ടകളുടെ പിന്നെ വിചാരണയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രശ്നം, ഇതെല്ലാം തന്നെ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊന്നും മതത്തിൻ്റെ ഭാഗമല്ല, ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരുമിച്ച് കളിച്ചും കളിച്ചും ഡാൻസ് കളിച്ചും ഓടിയും ചാടിയും ഒക്കെ പ്രവർത്തിച്ചിട്ട് അതിൽ അന്നൊക്കെ എന്താ സംഭവിച്ചത്? ഇപ്പോഴിവിടെ ഈ സ്ത്രീപീഡനങ്ങളും പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടാണോ? ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഏൽക്കേണ്ടി വരുമ്പോൾ പോലും ഇവരതിനെ തടുക്കും. ഒരു സാഹോദര്യ ബന്ധം ഉണ്ടാവും അവിടെ. അതിനെയൊക്കെ തടയിടാൻ ഒരു സമുദായത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ സദാചാരം എന്ന് പറഞ്ഞ സാധനം എന്താ? സ്കൂളിൽ സദാചാരം പഠിപ്പിക്കുന്ന ഞാൻ ഏതൊരു വാർത്തയിൽ കണ്ടു. എന്താ സദാചാരം? സദാചാരം എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഷാഹിദ് ബാബയെ പിന്നെ 2 സ്ത്രീകൾ ജീവിക്കുന്നിടത്തൊരു സഹായിക്കാൻ പോയതിന് ഒരു ഷാഹിദ് ബാബ എന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് കൊന്നു. ഞാൻ ആ സ്ഥലത്ത് പോയതാണ്. ആ ഉമ്മയുടെ കണ്ണീര് ഞാൻ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടികളുടെ ആ 2 സ്ത്രീകളുടെയും ജീവിതവും ഇല്ലാതായി. അപ്പോൾ ഇങ്ങനെ സദാചാരം എന്ന് പഠിപ്പിക്കുന്ന എന്താണ് സദാചാരം? അതാദ്യം അറിയും. മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം വേണ്ടെന്നാണോ? എവിടെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നാണോ? ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാലഘട്ടം മാറി മാറി വരുന്നു. ഇന്ന് ഈ പുരോഗമനം, ഇന്ന് എന്തൊക്കെ സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഇപ്പോഴും പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല. സൗദി പോലുള്ള രാജ്യങ്ങളിൽ പോലും എന്തുമാത്രം പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ എത്രമാത്രം പുരോഗതിയിൽ വന്നു. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? പറയണമെങ്കിൽ മക്ക എന്ന ഒരു പുണ്യസ്ഥലമുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ചിലർ ഇവിടെ താലിബാനിസത്തിലേക്ക് തിരിച്ചു പോകാണ്. അതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. താലിബാനിസത്തിലേക്ക് ഒരു തിരിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഇതൊക്കെ തന്നെയാണ്. ഇതിനൊക്കെ ശക്തമായി എതിർക്കപ്പെടേണ്ടത് ചെറുപ്പക്കാരാണ്. ഇതിന് മുന്നോട്ട് വരേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം പ്രവണതകളെ ആ സമയത്ത് തന്നെ അടിച്ചമർത്തപ്പെടേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചെറുപ്പക്കാർ എപ്പോഴും ഒരു ശ്രദ്ധ വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും അല്ലാത്തവരായാലും ചെറുപ്പക്കാരാണ് ഇതിനെ പ്രതികരിക്കേണ്ടത്. അല്ലെങ്കിൽ അവരെയാണ് അപമാനിക്കപ്പെടുന്നത്. അവർ തിരിച്ചറിയേണ്ടത് അതാണ്. ഞങ്ങളെയാണ് അവമാനിക്കപ്പെടുന്നത്. ആണും പെണ്ണും എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെയാണ് അവമാനിക്കപ്പെടുന്നത്. പെൺകുട്ടികളെ ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ പെൺകുട്ടികൾ തമ്മിൽ കൈകോർത്തു, ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുമ്പം തന്നെ ശരിക്കും ലജ്ജ തോന്നാം. അദ്ദേഹം പറയുന്നില്ലേ ആണും പെണ്ണും തമ്മിൽ ഇടപെടുന്ന? എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു അധ്യാപകനല്ലേ? അധ്യാപകൻ അങ്ങനെ പറയാൻ പറ്റുമോ? സ്ത്രീയും പുരുഷനും തമ്മിൽ ചോദിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ?
ഇതൊക്കെ എന്ത് ക്രൂരമായ നിലപാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന യൗവനങ്ങളെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് ഇത് മതവിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. മാത്രവുമല്ല വരുന്ന യൗവനങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് നടക്കുന്നതെന്നും വി പി സുഹ്റ പറഞ്ഞു വെക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.